Welcome to next lesson in electrostatics. ഈ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന ഒരു കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീജിയൻ അറൌണ്ട് എനി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വേർ ഇറ്റ്സ് ഇഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. തന്നിരിക്കുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി എ പോയിന്റ് ചാർജ്, ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് ആവാം, നെഗറ്റീവ് പോയിന്റ് ചാർജ് ആവാം, ഒരു ഇലക്ട്രിക് ഡൈപോൾ ആവാം, ദാറ്റ് ഈസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, or it may be a collection of charges, that is a collection of charges containing positive and negative charges. അപ്പോൾ ഇങ്ങനെ എന്തുമാവാം, അതല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ലൈൻ ഓഫ് ചാർജ് ആവാം, സർഫസ് ചാർജ് ആവാം, വോളിയം ചാർജ് ആവാം. എവറിത്തിങ് ഈസ് കാൾഡ് എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെല്ലാം നമുക്ക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെയും ചുറ്റുമുള്ള ഒരു റീജിയനാണ്. ഇറ്റ് ഈസ് ദ റീജിയൻ അറൌണ്ട് എനി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വേർ ഇറ്റ്സ് ഇഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. ആ റീജിയനിൽ നമുക്ക് ഈ ചാർജ് ഉണ്ട് എന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫീൽ ചെയ്യുന്ന ആരാ ഫീൽ ചെയ്യുന്നുണ്ടാവാം? ഫീൽ ചെയ്യണമെങ്കിൽ വേറൊരു ചാർജ് കൂടെ വേണം. അപ്പോൾ ഒരു തന്നിരിക്കുന്ന ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ വി ഹാവ് ടു ടെസ്റ്റ് ബൈ യൂസിങ് അനദർ ചാർജ്. സോ ദ ചാർജ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ പ്രസൻസ് ഓഫ് ഫീൽഡ് ഈസ് കാൾഡ് ടെസ്റ്റ് ചാർജ്. നമ്മളങ്ങനെ ടെസ്റ്റ് ചാർജ് ആയിട്ട് ആ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജിനെ ടെസ്റ്റ് ചാർജ് എന്ന് പറയാം. അവിടെ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷന് നമുക്ക് സോഴ്സ് ചാർജ് എന്ന് പറയാം. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ രണ്ട് തരം ചാർജ് വരാം. ഒന്നാമത്തെ ചാർജ് എന്നുള്ളത് സോഴ്സ് ചാർജ്, സെക്കൻഡ് ചാർജ് എന്നുള്ളത് ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൺവെൻഷന് വേണ്ടി മാത്രം. ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇത്രയേ ഉള്ളൂ. In order to find the electric field at any point, we have to place a test charge at that point and measure the force on that test charge. അങ്ങനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താം. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ എന്ന രീതിയിൽ നമുക്കതിനെ റീജിയൻ എന്ന രീതിയിൽ സ്പെസിഫൈ ചെയ്യാം. റീജിയൻ അറൌണ്ട് എനി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. But there is another term called intensity or strength of electric field. അല്ലെങ്കിൽ അതിനെ നമുക്ക് വെറുതെ ഇലക്ട്രിക് ഫീൽഡ് എന്നും പറയാം. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് അറ്റ് എ പോയിന്റ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പോൾ ഒരു സ്ഥലത്തുള്ള ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ മീനിങ് ആ ഒരു പോയിന്റിൽ നമ്മളൊരു +1 കൂളം പോസിറ്റീവ് ചാർജ്, ദാറ്റ് ഈസ് +1 കൂളം ചാർജ് കൊണ്ടുപോയി വെക്കുക. ആ ചാർജിൽ എത്രത്തോളം ഫോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ടോ അതാണ് അവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് പറയുന്ന പേരാണ് ടെസ്റ്റ് ചാർജ് എന്നുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ദാറ്റ് ഈസ് കൺവെൻഷനലി in electrostatics we will take a unit positive charge as the test charge. So it is if F is the force acting on a charge Q. ഇപ്പോൾ ഞാൻ ക്യാപിറ്റൽ Q എന്നുള്ള ചാർജ് ഒരു പോയിന്റ് കൊണ്ടുപോയി വെച്ചു. ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ആകെ ഫോഴ്സ് F ആണെങ്കിൽ ദെൻ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്, ഫോഴ്സ് ഓൺ എ ചാർജ് ക്യാപിറ്റൽ Q എന്നുള്ളത് F ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ ചാർജ് യൂണിറ്റ് ചാർജ്? ഇറ്റ് ഈസ് total force by total charge, that is F by Q, and this quantity is called intensity of electric field or simply electric field. So electric field is the force per unit positive charge, and where Q ennulla it is a positive test charge. Now E is a vector quantity because it is a force per unit charge. Force is a vector quantity, so evidently E will be a vector quantity. അതുപോലെ വെക്ടർ ആകുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം. മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്? ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ എ സ്മോൾ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ആ സ്ഥലത്ത് നമ്മൾ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെക്കുകയാണെങ്കിൽ അതിൽ എങ്ങോട്ടാണോ ഫോഴ്സ് ഫീൽ ചെയ്യുന്നത് ആ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് വരിക. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന് യൂണിറ്റ് വരുന്നുണ്ടാവും, ഇറ്റ് ഈസ് ഫോഴ്സ് പെർ ചാർജ്. സോ യൂണിറ്റ് വിൽ ബി ന്യൂട്ടൺ പെർ കൂളം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് നോക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജിന് നമുക്ക് സോഴ്സ് ചാർജ് എന്ന് വരാം. ഇത് അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരു പോസിറ്റീവ് +1 കൂളം ചാർജ് കൊണ്ടുപോയി വെക്കുക അതിനടുത്ത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചാർജ് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിപ്പൽഡ്. എവിടെ ചാർജ് വെക്കുകയാണെങ്കിലും ഇറ്റ് വിൽ ബി റിപ്പൽഡ് ഫ്രം ദ പോസിറ്റീവ് ചാർജ്. സോ വി ക്യാൻ സേ
ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോസിറ്റീവ് പോയിന്റ് ചാർജ് ഈസ് റേഡിയലി ഔട്ട്വാർഡ്സ്. അതിൽ നിന്ന് പുറത്തേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ടാവുക. അതേസമയം നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അവിടെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജാണ് സോഴ്സ് ചാർജ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അഗൈൻ ഉപയോഗിക്കേണ്ടത് +1 കൂളം ചാർജ് തന്നെയാണ്. അപ്പോൾ +1 കൂളം ചാർജ് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ബൈ ദ നെഗറ്റീവ് ചാർജ്. സോ വി ക്യാൻ സേ ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ നെഗറ്റീവ് പോയിന്റ് ചാർജ് വിൽ ബി ഡയറക്റ്റഡ് ടുവാർഡ്സ് ഇറ്റ്. ഒരു നെഗറ്റീവ് ചാർജ് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവാർഡ്സ് ഇറ്റ്. And the electric field, now we will discuss the simple expression for the electric field due to a point charge. ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ എ ടെസ്റ്റ് ചാർജ് Q that is +1 coulomb at a distance r from a source charge Q is. അപ്പോൾ ഇവിടെ ഒരു സോഴ്സ് ചാർജ് സ്മോൾ q വരുന്നുണ്ട്, ഒരു ടെസ്റ്റ് ചാർജ് ക്യാപിറ്റൽ Q വരുന്നുണ്ട്. ഈ ടെസ്റ്റ് ചാർജ് സോഴ്സ് ചാർജ് r ഡിസ്റ്റൻസ് അപ്പുറത്താണെങ്കിൽ ഇത് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ളത് F is equal to 1/4πε0 Q1 Q2 by r square എന്നുള്ള ഫോർമുല അനുസരിച്ച് Q by r square into r cap എന്ന് വരും. Where r cap എന്നുള്ള it is a unit vector. It is directed from the source charge small q to the field charge capital Q. That is field point എന്നും പറയാം, capital Q. So the electric field, the strength of the electric field, E is equal to F by Q ആണ്. Because Q എന്നുള്ളത് it is the test charge. So F by Q എന്നുള്ളത് it will be 1/4πε0 Q by r square into r cap, where r cap is the unit vector away from the point charge Q. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ പോയിന്റ് ചാർജ് Q എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ r cap is always away from the positive charge. So if Q is positive, E is in the direction of r cap, that is E is away from the charge. If Q is negative ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ക്വാണ്ടിറ്റി വരുന്നുണ്ടോ ഈ Q എന്നുള്ളതിൽ. അപ്പോൾ അവിടെ E will be opposite to r cap, that is E is directed towards the negative charge എന്ന രീതിയിൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നുണ്ടാവും. So this is the formula for the electric field at a point charge 1/4πε0 Q by r square into r cap. Now an example is a charge of 3 microcoulomb is used to test the electric field of a central charge of 6 coulomb that causes a force of 800 Newton. What is the magnitude of electric field? അപ്പോൾ ഇവിടെ 3 microcoulomb ആണ് നമ്മൾ ടെസ്റ്റ് ചാർജ്. അതിൽ മറ്റൊരു സോഴ്സ് ചാർജ് 6 coulomb ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് 800 Newton. അപ്പോൾ വാട്ട് ഈസ് ദി ഇന്റൻസിറ്റി ഓഫ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് E is equal to F by Q, where F is 800 Newton by Q എന്നുള്ളത് ഇറ്റ് ഈസ് ദി ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജ് ഇവിടെ 3 microcoulomb ആണ്. അപ്പോൾ 3 × 10⁻⁻⁶. So the answer will be 2.667 × 10⁸8 Newton per coulomb. Now another problem is calculate the electric field felt by a positive test charge located halfway between a charge of +1 coulomb and a charge of -3 coulomb that are 2 meter apart. അപ്പോൾ 2 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു +1 കൂളം ചാർജും ഒരു -3 കൂളം ചാർജും നമ്മുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അയക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സോഴ്സ് ചാർജാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ മിഡിൽ പോയിന്റിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 1/4πε0 Q by r square എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. രണ്ടിൻ്റെയും ഇവിടെ കാണാം +1 കൂളം എന്നുള്ളതിൻ്റെ ഫീൽഡ് എവേ ഫ്രം ദ +1 കൂളം ആവും, -3 കൂളം എന്നുള്ളതിൻ്റെ ഫീൽഡ് ടുവാർഡ്സ് ദ -3 കൂളം ആവും. അപ്പോൾ അത് മിഡിൽ പോയിന്റിൽ ഈ രണ്ട് ഫീൽഡും ആഡ് ചെയ്ത് വരും. ആഡ് ചെയ്തുന്ന ആൻസർ ആണ് 3.6 × 10⁻10 Newton per coulomb. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ദ നെറ്റ് ഫീൽഡ് വിൽ ബി ടുവാർഡ്സ് ദ -3 coulomb ഓർ എവേ ഫ്രം ദ +1 coulomb എന്നും പറയാം. സോ യു ക്യാൻ ഡു ദിസ് ആസ് എൻ എക്സസൈസ് ഫോർ യു. താങ്ക് യു for watching this video.